എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, അപ്പോൾ നമ്മൾ +1 ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഡിസ്കഷനിലേക്ക് പോകാം. മക്കളെ, അപ്പം ശ്രദ്ധിക്കണം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. തന്നിരിക്കുന്ന സെറ്റുകളെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ലാസ്റ്റ് ചെയ്ത വീഡിയോ ഓർമ്മ കാണും. റോസ്റ്റർ ഫോം, ബിൽഡർ ഫോം പറഞ്ഞായിരുന്നു നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെറ്റുകളെ ബിൽഡർ ഫോമിൽ എഴുതാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തരുന്ന ഏത് ഫോമിലായിരിക്കും? ഞാൻ പറഞ്ഞിരുന്നു, ബിൽഡർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോമിലായിരിക്കും. റോസ്റ്റർ ഫോമിൽ തന്നിട്ട് ഏത് ഫോമിലോട്ട് എഴുതാൻ പറയും? ബിൽഡറിലോട്ട്. വേറെ ഏതാ ക്വസ്റ്റ്യൻ? ബിൽഡറിൽ തന്നിട്ട് റോസ്റ്ററിലോട്ട് എഴുതാൻ പറയും. ഇപ്പോൾ ഉദാഹരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നുകൂടെ ഒന്ന് പറയാണ്. നാച്ചുറൽ നമ്പർ <5, 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പം അവർ എങ്ങനെയാണ് ബിൽഡർ ഫോം വന്നിരുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ <5 എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആൻസറായിട്ട് 1 2 3 4 എഴുതിയിരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കിയിട്ട് അതിനെ ഏത് ഫോമിലോട്ട് മാറ്റണം? ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, വേണം നമുക്ക് എഴുതാം 3 6 9 12. ഇതെന്ത് നമ്പരാ? ഈ നമ്പേഴ്സ് കണ്ടാൽ ശ്രദ്ധിക്കുക. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3 6 9 12. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഏത് മൾട്ടിപ്പിൾ? 12 വരെ ഉള്ളു. അപ്പം അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 15 തൊട്ട് മുമ്പ് ഉള്ള മൾട്ടിപ്പിളായ 12 വരെ ഉണ്ട്. വേണേൽ അങ്ങനെ എഴുതാം. പക്ഷെ നമ്മളിവിടെ എഴുതുന്ന കറക്റ്റ് ഒരു ഫോം ഉണ്ട്. അത് ശ്രദ്ധിച്ചോണം, അത് പഠിച്ചു വെച്ചോണം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 3ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പം 3n എന്ന് എഴുതുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12, 3 × 5 15. അങ്ങനെയല്ലടാ മൾട്ടിപ്പിൾസ് പോകുന്നത്. അപ്പോൾ ഇവിടെ മാറാതെ നിൽക്കുന്ന നമ്പർ ആരാ? 3 എന്നുള്ളത് മാറുന്നില്ലല്ലോ. ഈ മാറുന്ന 1 2 3 4 5 മാറുന്ന ആൾക്ക് നമ്മളൊരു ഓൾജിബ്രാക് ഫോം കൊടുത്ത് n. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ 3യുടെ മൾട്ടിപ്പിളാണ് നമ്മൾ പറയുന്നത് 3n. ഇപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 5n എന്ന് എഴുതും. 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2n എന്ന് എഴുതും. 6ൻ്റെ ആണെങ്കിൽ 6n എന്ന് എഴുതും. അപ്പം x = 3n എന്ന് വെച്ചാൽ കുറേ എക്സുകളുണ്ട്. ആ എക്സ് എന്ന് പറയുന്നത് 3n എന്ന് കാണുമ്പോഴേ അതെന്താണ്? നമ്മുടെ 3ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഓൾജിബ്രാക് ഫോമാണ് 3n അല്ലെങ്കിൽ 3x അങ്ങനെയൊക്കെ പറയാം. നമ്മൾ ഇവിടുത്തെ ലെറ്റർ n ആണ്, 3n. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ n എന്താണെന്നാണ് പറയാൻ പോകുന്നത്. n എലമെൻറ്റ് ഓഫ് n. ഈ ക്യാപിറ്റൽ എന്ന് സൂചിപ്പിക്കുന്നത് നാച്ചുറൽ നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 1 2 3 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത് 1 2 3 അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം n എലമെൻറ്റ് ഓഫ് n. ആൻഡ് വേറൊരു പ്രത്യേകതകളുണ്ട് ഇവിടെ. ഈ എന്നുകൾ, ഈ ചെറിയ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ എലമെൻറ്റ്സ് ആണ്. നാച്ചുറൽ നമ്പറിൻ്റെ എലമെൻറ്റ് 1 2 3 4 5 ഓരോന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. n ന് 1 കൊടുത്താൽ 3 × 1 3, n ന് 2 കൊടുത്താൽ 3 × 2 6, n ന് 3 കൊടുത്താൽ 3 × 3 9, n ന് 4 കൊടുത്താൽ 3 × 4 12. അപ്പം n ന് എവിടം വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ? n ന് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന എവിടം വരെ ഉള്ളതാ? 4 വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. 1 <n <= 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ തുടങ്ങുന്ന എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3n. കുറച്ച് എക്സുകൾ നമ്മളിത് നോക്കിയിട്ട് പറയുകയാണ്. കുറച്ച് എക്സുകളുണ്ട്, ഇതെല്ലാം എക്സുകളാണ്. ആ എക്സുകൾ എന്താണെന്ന് വെച്ചാൽ 3n. അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഈ 3യുടെ മൾട്ടിപ്പിൾ തന്നെ 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാവും. ഇനി n എലമെൻറ്റ് ഓഫ് n എന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം ഈ n ഇത് മൾട്ടിപ്പിൾ ആണെന്ന് ഉറപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആ നമ്പേഴ്സ് എവിടെ 1 മുതൽ ഉള്ള നമ്പേഴ്സാണ് കൊടുക്കുന്നതെന്ന് കാണിക്കാനാണ്. കാരണം നാച്ചുറൽ നമ്പർ ആകുമ്പോൾ 1 2 3 വാല്യൂസേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 3 എന്ന ആൻസർ കിട്ടും. 2 കൊടുക്കുമ്പോൾ അങ്ങനെ ഒരേ ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ തന്നെ n ന് കൊടുക്കാൻ പറ്റുന്ന വിലയുടെ റേഞ്ചാണ് പറയുന്നത്. 1 <= n <= 4. എന്താണ് നമ്മുടെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ഏതൊക്കെ കൊടുക്കാം? 1 കൊടുക്കാം, 1-നേക്കാൾ വലുത് കൊടുക്കാം. 1-നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ 1 2 3 അങ്ങനെ നമ്മൾ ഓർത്ത് പോകും. ഇനി അപ്പോൾ ആണ് അവിടെ ലിമിറ്റ് പറയുന്നത്. ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. 4 <= 4.
1 വലുതും അതേസമയം തന്നെ 4 4 ചെറുതും. അതാണ് 1 ≤ n ≤ 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് മൾട്ടിപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ മുന്നേ എഴുതുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ഇപ്പം 3യുടെ മൾട്ടിപ്പിളിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിന് പകരം വേറൊരു മൾട്ടിപ്പിൾ വന്നു. ഇപ്പം ഒരു സെറ്റിൻ്റെ അകത്ത് വരികയാണ് 5 10 15 20 ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ എങ്ങനെ ആൻസർ എഴുതുന്നത്? ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എഴുതുക x such that x = 5n. 3n എന്ന് എഴുതിയ പോലെ 5n അതെന്തെഴുതും? n എലമെൻറ്റ് ഓഫ് n. n നാച്ചുറൽ നമ്പറിൻ്റെ എലമെൻ്റ് ആണ്. എവിടെ തൊട്ട് എവിടം വരെ വരുന്നത്? 5 × 1 5, 5 × 2 10, 5 × 3 15, 5 × 4 20. അപ്പോൾ ഏതുവരെ വരത്തുള്ളൂ? 4 വരെ. 1 ≤ n ≤ 4. പിന്നെ അത് 25 കൂടെ വന്നാൽ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ 5 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം മാറുന്ന ആൾക്കാണ് നമ്മൾ n എന്ന് കൊടുത്താൽ അതാണ് മൾട്ടിപ്പിളിൻ്റെ യോഗം ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ n കൊടുത്തേക്കുന്നത് എവിടെയാണെന്ന് നോക്ക്. ഇനി അടുത്ത ചോദ്യം 2 4 8 16 32. പെട്ടെന്ന് നോക്കുമ്പോൾ 2ഉം 4ഉം കാണുമ്പോൾ നമുക്ക് ഈ 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇത്? 2n എന്ന് എഴുതാമോ എന്നൊക്കെ തോന്നും. പക്ഷെ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആവേശം കയറി പെട്ടെന്ന് തെറ്റ് ചെയ്ത് വെക്കരുത്. 2 4 മക്കളെ അടുത്ത ആരുടെ? 8. 8 എന്താണ്? നിങ്ങൾ ആലോചിച്ചൊക്കെ എഴുതിയേക്കുന്ന നമ്പറുകൾ എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 എടാ 2⁻1 ആണ്. 2 2⁻1 2 2² 4 2³ അപ്പം ഏതൊക്കെയാണ്? 2⁻1 ഇത് നോക്കിയോ, സാറെന്ന് എഴുതാം. 2⁻1 ഇത് നോക്കുക. 2⁻1 2 2² 4 2ൻ്റെ ക്യൂബ് എത്ര? 8 2⁻4 16 2⁻5 32. മക്കളെ നമ്മൾ നേരത്തെ 3യുടെ വന്നപ്പം മാറാത്ത 3ക്ക് 3 എന്ന് തന്നെ എഴുതി. മാറുന്ന വാല്യൂസിനാണ് നമ്മൾ n എന്ന് കൊടുത്തത്. അതുപോലെ ഇവിടെ മാറാൻ നിൽക്കുന്ന നേരാണ് 2 അല്ലേ മാറാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം x such that കുറച്ച് എക്സുകളുണ്ട്. x = 2 n എന്ന് എഴുതാൻ പറ്റത്തില്ല. 2ൻ്റെ പവറായിട്ട് വരുന്ന നമ്പറാണ് മാറുന്നത്. അതുകൊണ്ട് 2⁻n ഇവിടെയും n 6 എലമെൻറ്റാണ്. n എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന നമ്പറൊക്കെ നോക്കിയാൽ 1 2 3 4 5 നാച്ചുറൽ നമ്പറാണ്. n എലമെൻറ്റ് ഓഫ് n ആൻഡ് എവിടെ തൊട്ട് എവിടം വരെയുള്ള വില കൊടുക്കാൻ പറ്റും? 2⁻1 സ്ക്വയർ ക്യൂബ് ⁻4 ⁻5 5 വരെയുള്ള വാല്യൂ കൊടുക്കാം. 1 ≤ n ≤ 5. ഇത് നോക്കുക. ഇത് ഈ പറയപ്പെടുന്ന റേഞ്ചിലുള്ള വാല്യൂസ് 1 മുതൽ 5 വരെയുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ 2⁻1 2 2² 4 2³ 8 2⁻4 16 2⁻5 32. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5 25 125 625. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയേ. ഇപ്പോൾ ഇത് അത്യാവശ്യം മറ്റേത് കിട്ടിയതുകൊണ്ട് ഇതും കാണുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി മക്കൾ. 5⁻1 5⁻1 ആണ്. 5² ആണിത് 25 5ൻ്റെ ക്യൂബാണ് 125 5⁻4 ആണ് 625. ഓക്കെ, അപ്പം മാറുന്നത് ആരാടാ? x such that x = മാറാൻ നിൽക്കുന്നത് 5 ആണ്. മാറുന്ന ഈ പവറായിട്ടുള്ള 1 2 3 എന്ന് പറഞ്ഞ് മാറുമല്ലേ. അപ്പം മാറുന്നതിന് n കൊടുക്കുക 5⁻n. n എലമെൻറ്റ് ഓഫ് n ആൻഡ് 1 ≤ n ≤ എവിടം വരെയുള്ള വില കൊടുക്കാടാ? ശ്രദ്ധിച്ച് നോക്കിയേ. ⁻1 കൊടുക്കുന്നതുകൊണ്ട് 2 കൊടുക്കുന്നുണ്ട് 3 കൊടുക്കുന്നുണ്ട് 4 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 വരെ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനി 1 ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമ്മൾ ≤ 4 എന്ന് കൊടുത്തില്ലേ, അവിടെ വേണമെങ്കിൽ അത് മാറ്റി <5 എന്ന് കൊടുക്കാം. 5ൻ്റെ ഈക്വൽ മാറ്റിയിട്ട് <5 എന്ന് കൊടുക്കാം. 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ എന്ന് ഉദ്ദേശിച്ചാലും 4 വരെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു 1ന് പകരം 0 കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നാച്ചുറൽ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇനി നോക്കുക, ഇത് അടുത്ത് 149. നോക്കിയേ, അതെന്ത് നമ്പറാണോ? 149 എന്ന് പറയുമ്പോൾ 149 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ ആണ് മക്കളെ 1. അടുത്തത് 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. അങ്ങനെ പോയി അങ്ങനെ വരുമ്പോൾ 4ൻ്റെ സ്ക്വയർ 16 അങ്ങനെ വന്ന് എഴുതി 10ൻ്റെ സ്ക്വയർ ആണ് 100. നോക്കുക, ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ പവർ മാറുന്നുണ്ടായിരുന്നു, ബേസ് മാറാൻ നിൽക്കുന്നുണ്ട്, പവർ മാറുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ പവർ 2 എന്നും പറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ആരാണിത്? ഈ ബേസുകളാണ് മാറുന്നത്. അപ്പം മാറുന്ന ആൾക്കാണ് n കൊടുക്കേണ്ടത്. മാറുന്ന ആൾക്കാണ് n. x such that x = മാറുന്ന ആളി നിൽക്കുന്ന നമ്പറാണ് n. പവർ മാറുന്നില്ല, പവർ സ്ക്വയർ തന്നെയാണ്. മാറാത്ത ആൾക്ക് അത് തന്നെ കൊടുക്കുക n². അവിടെയും n എന്തിൻ്റെ എലമെൻറ്റാണ്? നാച്ചുറൽ നമ്പറാണ്. 1 2 3
1 2 3 4 എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. അപ്പം നാച്ചുറൽ നമ്പറാണ്. എവിടം വരെയുള്ള കൊടുക്കാം? 1 2 3 4 അങ്ങനെ വന്ന് 10 വരെ ഉണ്ട്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 10 വരെ കൊടുക്കാം. 1 എന്ന് കൊടുക്കുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1, 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4, 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9, അങ്ങനെ കൊടുത്ത് വന്ന് 10 കൊടുക്കുമ്പോൾ 10ൻ്റെ സ്ക്വയർ 100. ഓക്കെ, ഇതാണ് ഏത് ക്വസ്റ്റ്യൻ? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റാനുള്ള ക്വസ്റ്റ്യൻ. ബിൽഡർ ഫോമിലോട്ട് മാറ്റാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ പ്രോബ്ലം തരുന്നത് ഏത് ഫോമിലായിരിക്കും? റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം ചോദിച്ചിട്ട് അവർ ബിൽഡർ ഫോം ആക്കാൻ പറയും. ബിൽഡർ ഫോം ചോദിച്ചിട്ട് ഏതാക്കാനും പറയും? റോസ്റ്റർ ഫോം. അപ്പം വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. മക്കളെ അടുത്ത നോക്കണം. നമുക്കൊരു 4 കാര്യം ഒന്ന് പഠിക്കാം. ഇത് ഒന്ന്, എം ടി സെറ്റ് എന്താണ്, സിംഗിൾട്ടൺ സെറ്റ് എന്താണ്, ഫൈനൈറ്റ് എന്താണ്, ഇൻഫൈനൈറ്റ് എന്താണ്. ഓക്കെ, അപ്പം എം ടി സെറ്റ്, എം ടി എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒന്നുമില്ലാത്തതെന്നാണ് എം ടിയുടെ അർത്ഥം. അപ്പം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എം ടി സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. നൾ സെറ്റ് അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് മക്കളെ ഓർ വോയിഡ് സെറ്റ്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാലും നൾ സെറ്റ് എന്ന് പറഞ്ഞാലും വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞാലും ഒരാൾ തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് എം ടി? ഇവിടെ ഒരു സെറ്റിൻ്റെ അകത്ത് എലമെൻറ്റുകളൊന്നും വരുന്നില്ല എങ്കിൽ ആ സെറ്റിനെ പറയുന്നതാണ് എന്ത് സെറ്റ്? എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ സാറ് പറയാം. പെട്ടെന്ന് കിട്ടുന്നൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ നാച്ചുറൽ നമ്പർ തന്നെ പറയുന്നത് കേട്ടോ. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ ഏതാണ്? 1ലാണ് നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ തുടങ്ങുന്ന 1-നാകുമ്പോൾ 1ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ വല്ലതും ഉണ്ടാ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഒരു എലമെൻറ്റും ഇല്ല. അത് ഒരു സെറ്റ് വരയ്ക്കും, അതിൻ്റെ അകത്ത് ഒരു എലമെൻറ്റും ഇല്ല. ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും, അകത്തൊന്നും എഴുതരുത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനെ ഇങ്ങനെയും സൂചിപ്പിക്കാം. ഒന്നുമില്ല എന്ന് കാണിക്കാൻ ഈ ഒരു നൊട്ടേഷനും ഉണ്ട്. എം ടി സെറ്റിൻ്റെ മറ്റൊരു നൊട്ടേഷനാണിത്, 5 എന്ന് പറയും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ 5 കൊണ്ടിടരുത്. ചില ആളുകളുണ്ട് ഇത് ഒന്നില്ലെങ്കിൽ ഇത് എഴുതാം അല്ലെങ്കിൽ ഇത് എഴുതാമെന്ന് പറയുമ്പം ഈ സെറ്റ് എം ടി സെറ്റിൻ്റെ ആ ഒരു ഇത് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ആ 5 കൊണ്ട് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കരുത്. സെറ്റിൻ്റെ അകത്ത് ഇടുന്ന ഓരോ ആളുകളെയും നമ്മൾ എലമെൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും കൊണ്ട് വരയ്ക്കരുത്. ഒന്നില്ലെങ്കിൽ ഇത് വരയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. നിങ്ങൾക്കറിയാം സിംഗിൾട്ടൺ സെറ്റ് എന്താണ്? സിംഗിൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ. ആ സെറ്റിനെ പറയുന്നതാണ് സിംഗിൾട്ടൺ സെറ്റ്. ഒരു എലമെൻറ്റേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 2. 2ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ആര് വരുള്ളൂ? 2ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ തുടങ്ങുന്ന 1ലാണ്. 1 2 3 4 എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഏത് ആൻസറായിട്ട് വരുന്നത്? സെറ്റിൻ്റെ അകത്ത് 1. ഓക്കെ, വേറെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ സാറ് പറഞ്ഞാണ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 2. 2നേക്കാൾ ചെറുത് വരുന്ന ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ആരേ വരത്തുള്ളൂ? 1 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന, തിട്ടപ്പെടുത്താൻ പറ്റുന്ന, അറിയാവുന്ന അങ്ങനത്തെ സെറ്റുകളെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന സെറ്റിൻ്റെ അകത്ത് എലമെൻറ്റുകൾ എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഒരു 5, 5നേക്കാൾ ചെറിയ വരുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ആൻസറായിട്ട് ഏത് വരും? 1 2 3 4. ഇതാണ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതിനാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? ഒരു ഫൈനൈറ്റ് സെറ്റാണ്. കാരണം എണ്ണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണ ഉള്ളു, അത് നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സാധനമാണ്. നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിലും ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. എം ടി സെറ്റും എന്ത് സെറ്റാണ്? ഫൈനൈറ്റ് ആണ്. എം ടി സെറ്റുകളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന സെറ്റുകളും ഫൈനൈറ്റ് ആണ്. അല്ലാത്തതിനാണ് നമ്മൾ ഇൻഫിനിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എം ടി സെറ്റ് അതിലൊന്നുമില്ല, എലമെൻ്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അത് ഫൈനൈറ്റ് ആണ്. ഒരു എലമെൻ്റ് ഉണ്ട്, അതും ഫൈനൈറ്റ് ആണ്. ഇത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എണ്ണാൻ പറ്റും, അതും ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ വരുന്നവരെ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഇൻഫിനിറ്റ് ആണ്. ഇപ്പം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പറുകളുടെയും സെറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞത് പോവും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പഠിച്ച്?
എംറ്റി പഠിച്ച്, സിംഗിൾട്ടൺ പഠിച്ച്, ഫൈനൈറ്റ് പഠിച്ച്, ഇൻഫിനിറ്റ് പഠിച്ച്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കൺസെപ്റ്റ് നോക്കാം. അപ്പോൾ മക്കളെ അടുത്ത നോക്കുക, ഈക്വൽ സെറ്റ്സ്. എന്താണ് ഈക്വൽ എന്ന് പറയുന്നത്? 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ. ഉള്ള 2 സെറ്റുകൾ എ എന്നും ബി എന്നും പറയുന്ന 2 സെറ്റുകൾ ഈക്വൽ ആണ്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എയും ബി, ഏത് ലെറ്ററും വരാം. എ എന്നും ബി എന്നും പറഞ്ഞ 2 സെറ്റ് ഉണ്ട്, അവർ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ്, രണ്ടിലും സെയിം എലമെന്റ് തന്നെ വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റിൽ എഴുതുന്ന എലമെന്റ് തന്നെ അതെല്ലാം എവിടെയും വേണം, ബിയിൽ വേണം. ബിയിലുള്ളവരെല്ലാം എയിലും വേണം. എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലും, ബിയിലുള്ള എല്ലാവരും എയിലും ഉണ്ടെങ്കിൽ രണ്ടിടത്തും എല്ലാം ഉണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാവരും അപ്പുറത്തും ഉണ്ട്, അപ്പുറത്തുള്ള എല്ലാ എലമെൻറ്റ്സ് ഇപ്പുറത്തും ഉണ്ട്. അപ്പോഴാണ് തമ്മിൽ എന്തെന്ന് പറയുന്നത്, ഈക്വൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഈക്വൽ. താഴെ തന്നിരിക്കുന്ന എയും ബിയും ഈക്വൽ ആണെന്ന് നോക്കാൻ പോവാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. ഫോളോ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അകത്ത് ലെറ്റേഴ്സൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേരിലെ ലെറ്റേഴ്സൊക്കെ എഴുതി നോക്കാം എന്ന് പറഞ്ഞു ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ. അപ്പോൾ ഇതെന്ത് ഫോമാണ്? ഇങ്ങനെ വരുന്ന ഫോമിന് എന്താ പറയുന്നത്? സെൻറ്റൻസ് ആയിട്ട് ഇടുന്ന ഫോമിനെ ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്ത് ഫോമാണ്? എന്താ വലിയ ഫോമാണ്, സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിനെ ആദ്യം നമ്മൾ ഈ ആൻസർ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. എ ഈക്വൽ എന്നും പറഞ്ഞ് ആൻസർ എഴുതുക. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. ഫോളോ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ അകത്ത് ലെറ്റേഴ്സ് ആരൊക്കെയാണ്? ലെറ്റേഴ്സ് എഫ് കോമ ഒ കോമ എൽ. എത്ര എല്ലുണ്ട്? 2 വട്ടം എല്ലുണ്ട്. സെറ്റിൽ ദ എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ആർ നോട്ട് ജനറലി റിപ്പീറ്റഡ്. എന്താണ്? സെറ്റിലെ എലമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പം എഫ് ഒ എൽ, ഒരു വട്ടമേ പറ്റത്തുള്ളൂ. ഈ ഒ പറ്റുമോ? ഇല്ല, ഒ ഒരു വട്ടം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോരം എഴുതാൻ പറ്റുമോ? ഡബ്ല്യു, എഫ് ഒ എൽ ഡബ്ല്യു. ഇനി നമ്മൾ ബി എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ച് നോക്കണം. ബി എന്ന് പറഞ്ഞ സെറ്റ് വൈ. ഇവിടെ എക്സ് കൊടുത്തിട്ടാണ് അവിടെ വേറൊരു വേരിയബിളായ വൈ കൊടുത്തേക്കുന്നത്. വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വോൾഫ്. വോൾഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ അകത്ത് ലെറ്റേഴ്സ് അവിടെ ലെറ്റർ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് തന്നെ എഴുതാം. ഡബ്ല്യു ഒ എൽ എഫ്. മക്കളെ എയും ബിയും ഒന്ന് കമ്പയർ ചെയ്തേടാ. ഓർഡർ ആണോ എന്ന് നോക്കണ്ട, ഇവിടെയുള്ള എല്ലാവരും അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 4 എലമെൻറ്റ്സ് ഉണ്ട്. ആരൊക്കെ? എഫ് ഒ എൽ ഡബ്ല്യു. ഇവിടെയുള്ള എഫ് അവിടെ ഉണ്ട്, ഇവിടെയുള്ള ഒ അപ്പുറത്തുണ്ട്, എല്ലുണ്ട്, ഡബ്ല്യു ഉണ്ട്. എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാവരും എയിലുണ്ട്. എക്സ്ട്രാ എലമെൻറ്റും വരരുത്. അവിടെ ഇവിടെയും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കണം, ഒരേ ആളുകൾ തന്നെ ആയിരിക്കണം. ഇവിടെ ഒരാൾ പോലും എയിലുള്ളതിനെക്കാട്ടി ഒരാൾ പോലും കൂടുതലായിട്ട് ബി കാണാൻ പാടില്ല. ബിയിലുള്ളതിനെക്കാട്ടി ഒരാൾ പോലും കൂടുതൽ എയിലും കാണാൻ പാടില്ല. അതാ പറഞ്ഞാൽ ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ്, ഒരേപോലത്തെ എലമെൻറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഈക്വൽ ആണ്. എയും ബി എഴുതി നോക്കി, എയും ബിയും നോക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും അപ്പുറത്തുണ്ട്. എ ഈക്വൽ ടു ബി ചെയ്യുമ്പം ഈക്വൽ അല്ല എങ്കിലാ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പം 1-2 ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. ഇതേപോലത്തെ നമ്മുടെ ഈക്വൽ സെറ്റിന് തന്നെ വേറെ 2 ചോദ്യങ്ങൾ. അപ്പോൾ അതങ്ങ് ഓക്കെ ആവും നിങ്ങൾക്ക്. ഈക്വൽ സെറ്റ് ഇവിടെ എ എന്ന് പറയുന്നത് 2, 4, 6, 8, 10. ഓക്കെ, അതാണ് എ. ബി തന്നിരിക്കുന്നത്. അങ്ങനെയും ചോദിക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2ഉം ബിൽഡർ ഫോം ആയിരുന്നു, 2നെയും റോസ്റ്റർ ഫോമിലേക്ക് ആക്കിയാണ് ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കിയത്. പക്ഷേ ഇവിടെ ഒരാൾ ഏത് ഫോമാണ്? ഇത് റോസ്റ്റർ ഫോമും ഈ ബി ബിൽഡർ ഫോമിലുമാണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന ബിയെ നമ്മൾ ഏത് ഫോമിലോട്ട് മാറ്റാൻ പോവുക? റോസ്റ്ററിലോട്ട് മാറ്റി അതിൻ്റെ നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതാൻ പോവാം. ശ്രദ്ധിച്ചോണം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ. പോസിറ്റീവ് ആയിട്ടുള്ള ഈവൻ ഇൻറ്റിജറാണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സിനാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. പിന്നെ ഇൻറ്റിജറിൻ്റെ പ്രത്യേകത, ഇപ്പോൾ 1 കഴിഞ്ഞാലുള്ള അടുത്ത ഇൻറ്റിജർ ഏതാ? പൂർണ്ണസംഖ്യകൾ എന്താ? 1 കഴിഞ്ഞാൽ അടുത്ത ഇൻറ്റിജർ 2 ആണ്, 2 കഴിഞ്ഞാൽ അടുത്ത 3 ആണ്, നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പം 1, 2, 3 ആ പോകുന്ന നമ്പേഴ്സിനാണ് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് വെറും ഇൻറ്റിജർ അല്ല, പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ. ഈവൻ ഇൻറ്റിജർ എന്ന് പറയുമ്പം ഈവൻ നമ്പർ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് 2, 4, 6, 8 അതൊക്കെയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ തന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 10ഉം അതിനേക്കാൾ ചെറുതും വരുന്ന ഈവൻ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് 2-നായിരിക്കും. 2, 4, 6, 8 എവിടെ വരെ എഴുതാം? 10 വരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? 2, 4, 6, 8, 10. ഓക്കെ, അപ്പോൾ ഇത് എയും ബിയും ഒന്ന് കമ്പയർ ചെയ്യുക. എയിലുള്ളവരൊക്കെ തന്നെയാണ് ബിയിലുള്ളത്. അപ്പോൾ എഴുതാം എ ഈക്വൽ ടു ബി. ഓക്കെ, അടുത്തത് എ തന്നിരിക്കുന്ന എ ആണ് ഇവിടെ എന്ത് ഫോം? ബിൽഡർ ഫോം. ബി നമ്മുടെ കയ്യിലുണ്ട്, ബി റോസ്റ്റർ ഫോമിലുണ്ട്. റോസ്റ്റർ ഫോമിലാണ് തന്നേക്കുന്നത്. എ ഈക്വൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 10ൻ്റെ മൾട്ടിപ്പിളുകൾ. മൾട്ടിപ്പിൾ ഓഫ് 10 ലിമിറ്റ് പറയുന്നില്ല, മൾട്ടിപ്പിൾ ഓഫ് 10 എന്നേ പറയുന്നുള്ളത്. ഇവിടെയും അങ്ങ് എക്സെട്ര ആയിട്ട് പോയേക്ക്. എക്സെട്ര ഇടുന്നതിന് എന്ത് സെറ്റെന്ന് നമ്മൾ പറയുന്നത്?
ഓർമ്മയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇൻഫൈനൈറ്റ് കേട്ടോ, ഓർത്തോണം അത്. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 10, 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ നോക്കുക. 10 × 1 10, 10 × 2 20, 10 × 3 30, 10 × 4 40, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ലിമിറ്റ് പറയുന്നില്ല, ഒരിടത്ത് നിർത്തുന്നില്ല, ഒരു മൾട്ടിപ്പിൾ ഓഫ് 10 എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എ ആയി ബി നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്ത് ഫോമിലാണ് മക്കളെ? എന്ത് ഫോമിലാണ്? അതേ നോക്കിയേ, റോസ്റ്റർ ഫോമിൽ തന്നെ ഉണ്ട്. എയും ബിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 10 അവിടെ ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ ഉള്ള എല്ലാം അവിടെ ഉണ്ടോ എന്നുള്ളതല്ല, രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സും അല്ലെങ്കിൽ ഒരേ ആളുകളൊക്കെ വരാവുള്ളൂ, ഒരേപോലത്തെ ആളുകളെ വരാവുള്ളൂ. ഇവിടെ 15 ഉണ്ട്, ആ 15 ഇവിടെ ഇല്ല. ഇവിടെ 25 ഉണ്ട്, ആ 25 എയിലില്ല. ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തല്ല, എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ്, ഒരേപോലത്തെ എലമെൻറ്റ് വരണം, പക്ഷേ എക്സ്ട്രാ കൂടുതൽ വന്നിട്ടുണ്ട് ബിയിൽ, എയിലില്ലാത്തവരൊക്കെ. അപ്പം എ ബിയും എന്തല്ല, ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ട് വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.